മലബാറിൻ്റെ വികസനത്തിൽ ഈ ബജറ്റിൽ എന്ത് വിസ്മയങ്ങൾ ഉണ്ടാകും? ദീപക് തരംബളം ചേരും. അതുപോലെ ഈ മധ്യ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ ലാൽകൃഷ്ണ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽകൃഷ്ണ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനി ദീപക്കിലേക്ക്. ദീപക് പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFന്റെ ആദ്യ ബജറ്റാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിൽ തിരിച്ചെത്തി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റ്. ആ ബജറ്റിൽ മലബാർ വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒരു അടിസ്ഥാനം UDFന് ഇത്രയും വലിയ മിന്നും വിജയം നൽകിയതിൽ മലബാറിൻ്റെ ഒരു വിജയ സമ്മാനം വളരെ വലുതാണ്. കാരണം സാധാരണഗതിയിൽ, അതായത് ഇതിനു മുമ്പ് ഇത്രയും വലിയ സീറ്റുകളൊക്കെ നേടി ജയിക്കുമ്പോൾ പോലും കിട്ടാത്ത മണ്ഡലങ്ങൾ CPMന്റെ ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടകൾ എന്ന് പറയുന്ന തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പോലും UDFന് സമ്മാനിച്ചു എന്നുള്ളതാണ് മലബാറിന് ഇത്തരത്തിൽ ഒരു വലിയ പ്രതീക്ഷയ്ക്ക് ഇടം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടിസ്ഥാനപരമായി മലബാർ വികസനത്തിൽ പുറകിൽ തന്നെയാണ്. ആ പുറകിലുള്ള മലബാറിനായി പ്രത്യേക പാക്കേജ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതിനൊരു കാരണം, രാഷ്ട്രീയമായി ഇത്രയും വലിയ പിന്തുണ മലബാർ UDFന് നൽകിയപ്പോൾ അതിന് തിരിച്ചൊരു നന്ദി സമ്മാനം എന്നുള്ള നിലയിൽ ഒരു മലബാർ വികസന പാക്കേജ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പണ്ട് നമ്മൾ കുരുക്കഴിയാത്ത കൊച്ചി എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ കുരുക്കഴിയാത്ത മലബാറാണ്. മലബാറിലെ ചെറു പട്ടണങ്ങൾ വരെ വലിയ രീതിയിലുള്ള കുരുക്കാണ്. SKN അറിയാവുന്നതാണ്. SKN കോഴിക്കോടേക്ക് എറണാകുളത്തും വരുമ്പോഴുള്ള ഗതാഗത കുരുക്ക്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ, അതുപോലെ കോഴിക്കോട് നഗരഹൃദയത്തിൽ വലിയ ഗതാഗത കുരുക്കാണ്. അത് കഴിഞ്ഞ് കൊയിലാണ്ടിയും വടകര, അങ്ങനെ മൊത്തം മലബാറിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷം. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനം മലബാറിൽ കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട്. തുടങ്ങിവെച്ച പദ്ധതികൾ തുടരേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്യജീവി മനുഷ്യ സംഘർഷമാണ്. അതിനെന്താണ് ബജറ്റിൽ വിസ്മയമുണ്ടാവുക? VD വിസ്മയം എന്തായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന കാര്യം. ടൂറിസം വികസനത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും? മറ്റൊന്ന്, നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഈ പോർട്ട് സിറ്റി പദ്ധതി. ഈ പോർട്ട് സിറ്റി പദ്ധതിയിൽ ബേപ്പൂരും അതുപോലെ അഴീക്കോടുമൊക്കെ ഉൾപ്പെട്ട് പൊന്നാനി മുതൽ ഇങ്ങ് കാസർഗോഡ് വരെയുള്ള തീരപാത അത് വളരെ സജീവമായി ആരംഭിക്കാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ മലബാറിൽ നിന്നും ഗൾഫിലേക്കുള്ള കപ്പൽ സർവീസ്, അതും ഒരു ആവശ്യമാണ്. ഇങ്ങനെ ആവശ്യങ്ങൾ അനവധിയാണ്, പ്രതീക്ഷകൾ അനവധിയാണ് SKN മലബാറിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.